30 ദിവസത്തിനകം ഒരു വീട് നിർമ്മിക്കുക, അതും ഇഷ്ടികയോ സിമന്റ് കല്ലോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ. മാത്രമല്ല തൊഴിലാളികളുടെ എണ്ണവും വളരെ കുറച്ച് മതി. കാരണം മനുഷ്യർക്ക് പകരം കമ്പ്യൂട്ടറുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന മെഷീനുകളാണ് വീടുകളുടെ നിർമ്മാണം നടത്തുന്നത്. കെട്ടിട നിർമ്മാണ രംഗത്തെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയായ 3D പ്രിന്റിംഗ് ടെക്നോളജി കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയിരിക്കുകയാണ് സർക്കാർ സ്ഥാപനമായ കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം. ഈ നൂതന സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മളോട് വിശദീകരിക്കുന്നത് നിർമ്മിതി കേന്ദ്രത്തിന്റെ ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡോക്ടർ ഫെബി വർഗീസ് ആണ്. എഞ്ചിനീയറിംഗിൽ M.Tech ബിരുദവും മാനേജ്മെന്റിൽ PhDയും കരസ്ഥമാക്കിയിട്ടുള്ള ഡോക്ടർ ഫെബി വർഗീസ് മുൻപ് KMML, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ്, ട്രാവൻകൂർ സിമന്റ്സ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിർമ്മിതി കേന്ദ്രം പുതുതായി അവതരിപ്പിക്കുന്ന 3D പ്രിന്റിംഗ് ടെക്നോളജിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം സർ. കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖലയിൽ നിർമ്മിതി കേന്ദ്രം ആദ്യമായി 3D പ്രിന്റിംഗ് ടെക്നോളജി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു പുതിയ സാങ്കേതിക വിദ്യ ആയതിനാൽ തന്നെ എന്താണ് ഈ 3D പ്രിന്റിംഗ് ടെക്നോളജി എന്നതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമസ്കാരം. ഈ 3D പ്രിന്റിംഗ് ടെക്നോളജി കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രവും ചെന്നൈയിലെ IIT ഇൻക്യുബേറ്റർ കമ്പനിയായ ത്വസ്ത എന്ന് പറഞ്ഞൊരു കമ്പനിയുമായി ചേർന്ന് രൂപീകരിച്ച ഒരു MOUന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 3D പ്രിന്റിംഗ് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമെന്റും എംസാൻഡും തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ കട്ടകൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ 3D മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അത് ഒരു എക്സ്ട്രൂഷൻ പാർട്ട് വഴി പ്രിന്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഈ 3D പ്രിന്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്, നടപ്പിലാക്കുന്നത്. ലെയർ ബൈ ലെയർ പ്രിന്റിങ്ങിനാണ് 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് 350 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം ഏകദേശം 28 ദിവസം കൊണ്ട് പ്രിന്റ് ചെയ്ത് നമുക്ക് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യാവുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതാണ് 3D പ്രിന്റിംഗ് എന്നുള്ള ഒരു ആമുഖമായിട്ട് അതിനെപ്പറ്റി പറയാനുള്ളത്. ഈ 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പല പല നേട്ടങ്ങളാണ് അതിനകത്തുള്ളത്. പ്രത്യേക എടുത്തു പറയേണ്ട നേട്ടം എന്ന് പറയുന്നത് ടൈം സേവിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ കൺവെൻഷനൽ ആയിട്ട് ഒരു കെട്ടിടം കെട്ടി കഴിയുമ്പോൾ മിനിമം ഒരു 10 മാസമെങ്കിലും എടുക്കും അതിന്റെ ക്യൂറിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ. പക്ഷെ ഇത് നമുക്ക് 28 ദിവസം കൊണ്ട് 350 അല്ല 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം തീർക്കുക എന്ന് പറയുമ്പോൾ ടൈം സേവിങ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു കോസ്റ്റ് സേവിങ് ഉള്ളത്. ടൈം ഇസ് ഓൾസോ കോസ്റ്റ്. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ എത്ര കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ നമുക്ക് ഇതിനകത്ത് ആളുകളുടെ സ്കില്ലിനെ ബാധിച്ചല്ല. ഇപ്പൊ നമുക്കൊരു കെട്ടിടം കെട്ടുമ്പോൾ അതിന്റെ ഡിസൈൻ ആർക്കിടെക്ട്സ് ഒക്കെ അതിന്റെ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ആളിന്റെ ഒരു സ്കിൽ അനുസരിച്ചായിട്ട് ഇതങ്ങനെയല്ല. ഇത് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിന്റ് ചെയ്ത് പോകണം. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പോകും. അതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഹസാർഡസ് ആയിട്ടുള്ള ഏരിയകളുണ്ട്. ഇപ്പൊ ടെമ്പറേച്ചർ കൂടിയ സ്ഥലങ്ങളിലൊക്കെ മനുഷ്യന് വർക്ക് ചെയ്യാൻ ഒക്കാത്ത ഏരിയകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ 3D പ്രിന്റിംഗ്, കമ്പ്യൂട്ടറൈസ് പ്രിന്റിംഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കൺസ്ട്രക്ഷൻ നടത്തിയെടുക്കാനുണ്ട് ഫാസ്റ്റ് ആയിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള നാച്ചുറൽ കലാമിറ്റി ഒക്കെ വെച്ച് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് നമുക്ക് വീട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഇത്തരം ടെക്നോളജി ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. ഈ 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ചെലവ് കുറയ്ക്കാൻ സാധിക്കുമോ? ചെലവിന്റെ കാര്യത്തിൽ അറ്റ് ദ മൊമെന്റ് നമ്മളെ കോസ്റ്റ് സ്ലൈറ്റ്ലി ഓവർ കൺവെൻഷണൽ ഇതാണ്. പക്ഷെ ടെക്നോളജി നമ്മൾ കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ഈ സ്കെയിലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കോസ്റ്റ് കുറയും. അപ്പൊ തന്നെ ഒരേ ഡിസൈൻ കോസ്റ്റ് ഒരു മേജർ കമ്പോണന്റ് ആണ്. ഒരേ ഡിസൈനിലുള്ള കെട്ടിടം ചെയ്യുവാണെങ്കിൽ പിന്നെ ഡിസൈൻ കോസ്റ്റ് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പം സ്മാർട്ട് വില്ലേജ് ഓഫീസ് നമ്മൾ 200 എണ്ണമാണ് സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ഡിസൈനാണ്. അപ്പൊ ഡിസൈൻ കോസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ 0 ആണ്. അതേപക്ഷെ ഒരു വീട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു വീട് മാത്രമായിട്ട് ചെയ്യുമ്പോൾ അതിന് മാത്രമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് മൂലം കോസ്റ്റ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഒരേ ടിപ്പിക്കൽ ഡിസൈൻ നമ്മളത് റിപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസൈൻ കോസ്റ്റ് വരുന്നില്ല. സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന സംശയം, ഇതിന് സാധാരണ നമ്മുടെ കൺവെൻഷണൽ കെട്ടിടങ്ങൾ പോലെയുള്ള അതിനുള്ള ഒരു ഉറപ്പും ബലവും ഒക്കെ ഇതിനുണ്ടാകുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഇതിന്റെ ടെക്നോളജിയും ഇതിന്റെ ഡ്യൂറബിലിറ്റി ഇതിന്റെ ടെക്നിക്കൽ സൈഡ് എല്ലാം
ചെന്നൈ IIT വെറ്റഡ് ആണ്, ഫുൾ പ്രൂഫ് മെത്തേഡ് ആണ്. അതോറിറ്റി ചെന്നൈ IIT വെറ്റഡ് ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ യാതൊരു സംശയവും ഇതിനകത്തില്ല. ഇറ്റ് ഇസ് ബെറ്റർ ദാൻ ദി കൺവെൻഷണൽ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. അത് പ്രൂവൺ ആണ്. ഇറ്റ് ഇസ് സയന്റിഫിക്കലി പ്രൂവൺ ടെക്നോളജി ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഓൾ ഓവർ ദ വേൾഡ്. മറ്റൊരു പ്രധാന സംശയം, ഇത് ഉപയോഗിച്ച് നമുക്ക് ബഹുനില മന്ദിരങ്ങളുടെ നിർമ്മാണം സാധ്യമാണ്. ഇപ്പൊ നമ്മൾ G+2 ആണ് ഇപ്പൊ നമ്മുടെ ഡിസൈൻ ഉള്ളത്. അതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഇതിനകത്തൊരു റോബോട്ട് ഉണ്ട്. റോബോട്ടിന്റെ ആമിന്റെ ലെങ്ത് ഇപ്പോൾ അതൊരു കൺസ്ട്രെയിൻ ആണ്. അപ്പൊ അതിന്റെ ലെങ്ത് കൂട്ടി കഴിയുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ G+2 ആണ് ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷെ ഓവർ എ ടൈം നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാവുന്ന അതിന് മേളിലേക്ക് പോകാൻ. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ്, ഇത് ഓഫ്ലൈനിൽ ഇതുപോലെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ഇറക്ട് ചെയ്യാനുണ്ട്. ഇപ്പൊ ഒരേ ടൈപ്പ് ഇപ്പം എന്താ പറഞ്ഞ ഇപ്പൊ ഞങ്ങള് ഗാർഡൻ ചെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് 3D പ്രിന്റഡ് ഗാർഡൻ ചെയർ നർമ്മിതിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിപ്പോ ഒരു 1000 എണ്ണത്തിന്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഓഫ്ലൈനിൽ ഒരു യാർഡിൽ ഇത് പ്രിന്റ് ചെയ്ത് ഇറ്റ്സ് ഓൺലി ട്രാൻസ്പോർട്ടേഷൻ. സൈറ്റിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ നമ്മുടെ വട്ടിയൂർക്കാവ് MLA ശ്രീ പ്രശാന്ത് അവറുകളുടെ ഒരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് വെയിറ്റിംഗ് ഷെഡ് നമ്മളെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സൈറ്റിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ യാർഡിൽ തന്നെ ചെയ്ത് വെച്ച് കൊണ്ടൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. പാർപ്പിടങ്ങൾ മാത്രമല്ല, ഈ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ അത് ചെയ്യുന്നതിനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട്? അല്ല, കൊമേഴ്സ്യൽ ഇതിന് നമ്മൾ കൺവെൻഷനലായിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം 3D പ്രിന്റിംഗ് വഴി ചെയ്യാം. ഏത് ടെറൈനിലും ചെയ്യാം. കൺവെൻഷനലിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ കൺവെൻഷനായിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് ഏത് ഷേപ്പിലും നമുക്ക് ചെയ്യാം. കൺവെൻഷനലായിട്ട് ഷേപ്പിന് പരിമിതിയുണ്ട്. ഒരു ടെമ്പിളിന്റെ ഡിസൈൻ ഡിസൈൻ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പ്രിന്റ് ചെയ്ത് പോവുകയാണ്. മെറ്റീരിയൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് സിമെന്റും എംസാൻഡും, പിന്നെ ഇതിനകത്ത് പ്രിന്റബിലിറ്റി കിട്ടാനായിട്ട് നമ്മൾ ഒരു അഡിറ്റീവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ദാറ്റ് കോമ്പിനേഷൻ ഇസ് പേറ്റന്റഡ്. അത് പേറ്റന്റഡ് പ്രോഡക്റ്റ് ആണ് അറ്റ് ദ മുമ്പോട്ട്. അപ്പൊ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടില്ല, പേറ്റന്റഡ് ആണ്. ഇതിനകത്ത് ബ്രിക്കില്ല, ലെയർ ബൈ ലെയർ പ്രിന്റ് ചെയ്ത് പോവുകയാണ്. ഇതിനകത്ത് പ്രിന്റബിലിറ്റി കിട്ടാൻ വേണ്ടി ഒരു അഡിറ്റീവ് അഡ്മിക്സർ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പേറ്റന്റഡ് ആണ്. ആ കോമ്പിനേഷൻ ഇസ് ഫുള്ളി പേറ്റന്റഡ് ആണ്. ആ മിക്സർ നമ്മൾ റിവീൽ ചെയ്യത്തില്ല. ഈ ഒരു 3D പ്രിന്റിംഗ് ടെക്നോളജി കെട്ടിട നിർമ്മാണ മേഖലയിൽ ഈ കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിന്, കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് നിർമ്മിതി കേന്ദ്രം സ്വീകരിക്കുന്നത്? നമ്മൾ 3D പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽഡേഴ്സ്, എഞ്ചിനീയറിംഗ് കോളേജ് ഫാക്കൽറ്റി, എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ്, ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ഈവൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാര്, പ്ലാനിംഗ് ബോർഡ് വൈസ് ചാൻസലർ തുടങ്ങിയവരെല്ലാം ഈ സൈറ്റ് ഇപ്പൊ നാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിന് വലിയൊരു അവയർനെസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവയർനെസ് സെമിനാറുകൾ ഇതിനോട് പാരലായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നു. അപ്പം കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന്, വടക്ക് ഭാഗത്തു നിന്ന് പോലും എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഇത് സൈറ്റ് കണ്ട് ഈ പ്രസന്റേഷനൊക്കെ മനസ്സിലാക്കി നേരിട്ട് ഇത് മനസ്സിലാക്കിയാണ് പോയത്. അതൊരു വലിയൊരു ഔട്ട്റീച്ച് പ്രോഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എന്തൊക്കെ സേവനങ്ങളായിരിക്കും നിർമ്മിതി കേന്ദ്രത്തിന്റെ ഭാഗത്ത്? ഇപ്പം തന്നെ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ഉള്ള ഒരു വീടിന്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ നിംസ് മെഡിസിറ്റിയില് അവരെ ഒരു ബിൽഡിംഗ് 2000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബിൽഡിംഗിന്റെ ഓർഡർ തന്നു കഴിഞ്ഞു. ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് 3D പ്രിന്റഡ് ബിൽഡിംഗ് ഇൻ പ്രൈവറ്റ് സെക്ടർ. ഗവൺമെന്റ് സെക്ടറിൽ കേരളത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ബിൽഡിംഗ് സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ PTP ക്യാമ്പസിലാണ്. ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടറിൽ ഇത് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി പോയി ഡിസ്കസ് ചെയ്തു, പ്ലാനും ഒക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസൈനിലാണത്. ഇവിടെ നിന്ന് മെഷീൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നിർമ്മിതി കേന്ദ്രത്തിന്റെ ആസ്ഥാനത്ത് നിർമ്മിച്ച ബിൽഡിംഗ് എന്താ കംപ്ലീറ്റ് ആയോ? നാളെ കൊണ്ടത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ കുറച്ചത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് അത് പബ്ലിക്കിന്റെ ഒരു വലിയ പാർട്ടിസിപ്പേഷൻ ഇതിനകത്തുണ്ടായി. ആളുകൾ വന്ന് കാണാൻ തുടങ്ങി. അല്ലെങ്കിൽ നമുക്കിത് 3 ദിവസം അടിക്കേണ്ടതേ ഉള്ളൂ. അപ്പം നമുക്ക് അച്ചിരി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ആളുകൾക്ക് കൂടി ഇതൊരു അവയർനെസ് രീതിയിൽ നിർത്തി ചെയ്യേണ്ടി വന്നു. ഇപ്പം മന്ത്രിമാരും ബഹുമാനപ്പെട്ട MLA മാരും ഒക്കെ ഇതിങ്ങനെ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്കൂടെ കാണാനുള്ള ഒരു സാവകാശം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇടയ്ക്ക് നിർത്തിയിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്കൊരു 3 days കൊണ്ട് പ്രിന്റിംഗ് ക്ലിയർ. ഈ ഒരു സാങ്കേതിക വിദ്യ പാർപ്പിട നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, വ്യക്തികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ കോസ്റ്റില് സാധാരണ ഇതിൽ നിന്നും എത്രമാത്രം വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്? അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോസ്റ്റ് അറ്റ് ദ മൊമെന്റ് സ്ലൈറ്റ്ലി
കൂടുതലാണ് കൺവെൻഷനിലേക്കാണ്. പക്ഷെ ഇതിനകത്തൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ പ്രൈവറ്റ് മേഖലയിൽ നിന്ന് ഈ നിംസ് മെഡിസിറ്റി വന്നിരിക്കുന്നത് അവർക്ക് കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് മേഖലയിൽ പ്രിന്റഡ് 3D പ്രിന്റഡ് ബിൽഡിംഗ് വേണം എന്നുള്ള ആ ഒരു ക്യാച്ച് ഇതിനകത്തുള്ളത്. ഇപ്പം ഫസ്റ്റ് 3D പ്രിന്റഡ് വെയിറ്റിംഗ് ഷെഡ് ബഹുമാനപ്പെട്ട MLA ഫണ്ടിൽ അത് നിർമ്മിക്കുക നമ്മുടെ വട്ടിയൂർക്കാവ് തന്നെ. അപ്പൊ അങ്ങനെ ഒരു അട്രാക്ഷൻ ഇതിനകത്തുണ്ട്. പിന്നെ ഇത് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഗവൺമെന്റ് തലത്തിൽ അത് ചർച്ചകൾ നടത്തുന്നുണ്ട്. കാരണം ഇത് ഗവൺമെന്റ് തലത്തിൽ നമ്മൾ ഇതൊരു പുതിയ ടെക്നോളജി കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഓൾട്ടർനേറ്റീവ് ടെക്നോളജി. അപ്പൊ അതിന് ഗവൺമെന്റിൽ എക്സസ് വരുന്നത് ഒരു എങ്ങനെ മീറ്റ് ചെയ്യാന്നുള്ള പ്രാഥമിക ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഈ ടെക്നോളജി സപ്പോർട്ട് ചെയ്യാനായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെ നമ്മളിത് സപ്പോർട്ട് ചെയ്യാമെന്നുള്ള ആലോചനകൾ തുടങ്ങപ്പെട്ടിട്ടുണ്ട്. ഈ നിർമ്മിതി കേന്ദ്രത്തിന്റെ തന്നെ മാസ് ഹൗസിംഗ് പ്രോജക്റ്റുകളുണ്ടല്ലോ, അതില് ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത്? അതെ, അങ്ങനെയുള്ളിടത്ത് ഇത് വളരെ ആപ്ലിക്കബിൾ. കാരണം ഒരേ ഡിസൈനിൽ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാനും, ഒരേ ഡിസൈനിലേക്ക് പ്രിന്റ് ചെയ്ത് പോയാൽ മതി. പ്രത്യേകിച്ച് ലൈഫ് മിഷൻ പോലുള്ളതൊക്കെ എന്ന് പറയുമ്പോൾ ഡിസൈനിലൊന്നും വലിയ മാറ്റമില്ല. ലൈഫ് മിഷനിലൊക്കെ മാസമായിട്ട് നമുക്ക് ചെയ്യാനും, അതാണ് ഇതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. സെയിം മോഡൽ റിപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കോസ്റ്റും കുറയും. പബ്ലിക്കിന്റെ ഇടയിൽ ഇതിനെങ്ങനെയാണ് ഒരു സ്വീകാര്യത? വലിയൊരു ഭയങ്കര സ്വീകാര്യതയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം എഞ്ചിനീയറിംഗ് അങ്ങ് മലപ്പുറം സൈഡിൽ മുതൽ ആളുകൾ ഇങ്ങനെ ബസ്സിൽ തലേന്ന് തന്നെ യാത്ര ചെയ്ത് ഇവിടെ വന്നത് കണ്ട് ക്യാമ്പസും ഒക്കെ വിസിറ്റ് ചെയ്ത് അതിന്റെ 3Dയുടെ വാക്ക് ത്രൂ ഡിസൈനും ഒക്കെ കണ്ട് ഒരു സെമിനാറും സംശയങ്ങൾ അന്നേരം ദൂരീകരിച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളുകൾ, ധാരാളം ആളുകൾ ക്യാമ്പസ് സന്ദർശിച്ച് 3D നേരിട്ട് കണ്ട് മനസ്സിലാക്കി പോകുന്നുണ്ട്. അതൊരു വലിയൊരു ഒരു അഡ്വാൻറ്റേജ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ജനങ്ങളിൽ എത്തിക്കും. പിന്നെ നിങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയകളും ഇതിനകത്ത് വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. എനിക്ക് ഒത്തിരി പേര് അവരുടെ പ്രൈവറ്റ് യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച് ഇത് വളരെയധികം ആളുകളുടെ ഇടയിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ അത് നല്ലൊരു റീച്ചാണ്. അതൊരു ഇറ്റ്സ് ആൻ എൻകറേജിങ് തിങ്. ഇപ്പൊ നമ്മൾ അറ്റ് ദ മൊമെന്റ് നമ്മൾ നോക്കുന്നത് ഇതിന്റെ കോസ്റ്റോ മറ്റൊക്കെ ഇതല്ലേ, പുതിയൊരു ടെക്നോളജി നമ്മൾ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക. അപ്പൊ കൂടുതൽ ആളുകൾ അത് ടേക്കപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കോസ്റ്റ് കുറയും. ഓക്കെ സാർ, ഈ 3D പ്രിന്റിംഗ് ടെക്നോളജിയെ കുറിച്ച് ഇത്രയും വിശദീകരിച്ചതും നിർമ്മിതി കേന്ദ്രത്തിന്റെ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.